അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നാളത്തെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ എവിടെയാണ് പ്രാർത്ഥന ആവശ്യമുള്ളത് അവിടെ പോയി നിൽക്കണം. ചിലപ്പോൾ വീടിൻ്റെ അടിത്തറ ചെയ്തിട്ട് ഒന്നുമാകാത്ത അവസ്ഥയായിരിക്കും. ചിലപ്പോൾ വീടിൻ്റെ സ്ഥലം ഉണ്ടാകും, വീട് പണിയാൻ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ കെട്ടിടങ്ങളായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതമാർഗത്തിന് പറ്റിയ കടകളാവലായിരിക്കും, ചിലപ്പോൾ കന്നുകാലിത്തൊടുത്തായിരിക്കും. ഇപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുള്ളത് അവിടെ നിങ്ങളുണ്ടാവണം. പിന്നെ നാളത്തെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ രേഖകളെല്ലാം കയ്യിലെടുക്കും. നമ്മളിങ്ങനെ ആഴ്ചയിൽ ഒരു വട്ടമാണ് ഇങ്ങനെ ചെയ്യണത്. രേഖകളെല്ലാം കയ്യിലുണ്ടാകണം. അപ്പോൾ ഇന്ന് ഞാനത് പറയുകയാണ്, നാളെ അതെല്ലാം കയ്യിലുണ്ടാകില്ല. ആ സമയത്ത് ഓടിപ്പോയി എടുക്കണം, ശരിയല്ല. അപ്പോൾ രേഖകളെന്ന് പറയുമ്പോൾ ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്ന സമയമല്ലേ, പല ആൾക്കാരും അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ചിലർ വിദേശ യാത്ര ഉള്ളവരുണ്ട്, ചിലർ ഇൻ്റർവ്യൂ ഉള്ളവർ, VFSൻ്റെ ഇൻ്റർവ്യൂ ഉള്ളവരുണ്ട്. അപ്പോൾ ചില ആശുപത്രി പോകാൻ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആശുപത്രി ചീട്ട് കയ്യിലുണ്ടാകണം. ചിലപ്പോൾ കീമോയോ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ, അതിലൊക്കെ പോകാൻ നേരത്ത് നമുക്ക് ഒരു ദൈവത്തിന് സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് എല്ലാം തീർന്നില്ലേ. പിന്നെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ പിന്നെ നമ്മളുടെ റിസ്ക് തീർന്ന് ദൈവം അത് വേണ്ട പോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മളെക്കാളും ഷാർപ്പ് ഷൂട്ടായിട്ട് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് കർത്താവിന് പദ്ധതിയുണ്ട്. കൃപാസനത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് അച്ഛൻ്റെ ഒരു പ്രാർത്ഥന അല്ലത്. അത് കൃപാസനം ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ദുരന്തം ഉണ്ടാകാമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട സ്വർഗം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. അവിടെ നിന്ന് കിട്ടുന്ന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾക്കത് ഉതകും. ഞങ്ങളൊക്കെ ബോധപൂർവം വളരെ അറിഞ്ഞുകൊണ്ടാണ് അത് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പോലും ആൾക്കാരെ പ്രാർത്ഥിക്കണത് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, വാരിക്കെട്ടി പ്രാർത്ഥിക്കത്തില്ല. ജസ്റ്റ് ആ വിഷയം ദൈവസത്തയിൽപ്പെടുത്തും, അത്രേ ഉള്ളൂ. എന്താ കാര്യം, ഇത്രയും 10-21 ലക്ഷം മനുഷ്യരെ ഈ 35 കൊല്ലമായിട്ട് പ്രാർത്ഥിക്കണമല്ലേ.
കൂടാതെ മാതാവ് ജീവനോട് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്ന് നമ്മൾക്ക് അങ്ങനെ വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കർത്താവ് ഈ ശുശ്രൂഷ കേന്ദ്രം യോഗ്യമായിട്ട് കണ്ടതുകൊണ്ടാണല്ലോ അമ്മ മാതാവ് ഈ സന്ദേശം കൈമാറിയത്. അപ്പോൾ അവിടെ ആശ്രയിക്കുന്ന സത്യസന്ധമായിട്ട് ആശ്രയിക്കുന്നവർക്കെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ ദൈവതീരുമാനം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അലറിയൊക്കെ നിങ്ങളോട് മോശമായിട്ട് സംസാരിക്കുന്നില്ല, റഫായിട്ട്. എൻ്റെ കാര്യം നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തത് കൊണ്ടും ദൈവതിരുസന്നിധി പൊട്ടങ്ങളെ അഭിനയിക്കുന്നത് കൊണ്ടുമാണ് ഞാൻ ചൂടാകണത്. അല്ലെന്നുണ്ടെങ്കിൽ സത്യസന്ധമായ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഇവിടെ ദൈവം സമീപസ്ഥനാണ്. ഇവിടെ തന്നെയല്ല, എല്ലായിടത്തും അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പാത്രത്തിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോസ്തല പ്രവർത്തനമാണ് 13:22. ഭയങ്കരമായ ഒരു വചന. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇത് വായിക്കുമ്പോൾ നമുക്ക് ചിരി വരും. കാര്യം ഫസ്റ്റ് പാർട്ടിയാണല്ലോ ദാവീദ്. മനുഷ്യന് പോലും ആ മനുഷ്യനെ ഇണങ്ങത്തില്ല. പിന്നെ ഇങ്ങനെ ദൈവത്തിന് ഇണങ്ങി ഞാൻ എപ്പോഴും ചിന്തിക്കും, മനുഷ്യനെ പോലും വെച്ചാൽ എനിക്ക് ഈ ദാവീദിനോടുള്ള കലഹം എന്താണെന്ന് അറിയാമോ? എനിക്ക് ഉറിയായുടെ മരണം എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സ് അംഗീകരിക്കാത്തൊരു സാധനമാണ്. ഇപ്പം ബർഷീബായ ഈ മനുഷ്യൻ ബർഷീബായിട്ടൊക്കെ മോശം റിലേഷൻ ഉണ്ടായെന്നുള്ളത് ആ കാലത്ത് എത്തിക്സ് അനുസരിച്ച് കുറച്ചൊക്കെ നമുക്ക് ഡയലൂട്ട് ആകാൻ പറ്റും, നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. കാര്യത്തിൽ ഈ യൂദ തന്നെ, താമർ എന്ന് പറഞ്ഞാൽ യൂദായുടെ മരുമോളെ പറ്റിയാണ്. പക്ഷെ അവിടെ റിലേഷൻ ഉണ്ടായിരുന്നത്. അപ്പം മനുഷ്യരാശി എത്തിക്സിലേക്ക് വരുന്ന ഒരു പുതിയ നിയമത്തോടുകൂടിയാണല്ലോ മനുഷ്യരാശി മൊത്തമായിട്ട് എത്തിക്സിലേക്ക് വരണത്. ക്രിസ്തു കൊണ്ടുവന്ന് വെച്ച മോറൽ കോഡിലല്ലേ പിന്നീട് ലോകം വർക്ക് ചെയ്യണത്. അപ്പം അവിടം വരെ എത്താൻ മുമ്പ് ഉണ്ടായിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഞാൻ അത്ര കണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യത്തേയില്ലെന്നല്ല, ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യത്തില്ല. കാരണം ക്രിസ്തു വന്നിട്ടില്ലല്ലോ, അതൊക്കെ മുമ്പുണ്ടായിരുന്നില്ല. അപ്പം ആ കാര്യത്തിൽ എനിക്ക് ഈ ബർഷീബയുടെ റിലേഷനൊക്കെ ഈ രാജാക്കന്മാരുടെയൊക്കെ ജീവിതത്തിലൊക്കെ ഇത് അന്നത്തെ കാലത്ത് ഇവരൊക്കെ ഒന്നും വലിയ എത്തിക്സ് ഇല്ലാത്ത ആൾക്കാരുണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരൊക്കെ ഒന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഭവം എന്ന് പറയുന്നത് ഉറിയയാണ്. ഉറിയ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാതെ, ഈ ബർഷീബയുടെ ഹസ്ബൻഡ്. അയാളെ ദാവീദ് യുദ്ധമുന്നണി കൊണ്ടുപോയി ബലാത്കാരമായിട്ട് കൊന്നുകളഞ്ഞു. അയാൾ ചെയ്ത തെറ്റെന്താണ്? അയാൾക്ക് ഉരുക്കളുള്ള അയാളെപ്പോലെ ഈ ദാവീദിനേക്കാൾ ജസ്റ്റായിട്ടൊരു മനുഷ്യനാണ് ഈ ഉറിയ എന്ന് പറയുന്നത്. ഒന്നാമത്തില് അയാൾ ഒരു യഹൂദനല്ലെന്ന് ഓർക്കണം. ഈ ഉറിയ എന്ന് പറയുന്ന ആള് ഒരു ഹിറ്റൈറ്റാണ്, ഹിത്യനായ ഉറിയ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ യഹൂദനല്ല ശരിക്കും, ടർക്കിഷ് പീപ്പിളാണ് ഇയാളെ. ചില ഇൻഡോ യൂറോപ്യൻ എന്നൊക്കെ പറയുന്നത് ടർക്കിഷാണ്. എന്നിട്ട് മിഡിൽ ഈസ്റ്റിലാണ് ഇവരുടെ ഒരു ട്രൈബാണ് ഇവർ, ഒരു യഹൂദനല്ല. അപ്പോൾ ഈ ഉറിയായിക്ക് ഈ യഹൂദൻ്റെ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയില്ല. എന്നിട്ടും സൈന്യത്തിലുള്ള ആ സൈന്യത്തോടുള്ള താൻ ചേർന്ന സൈന്യത്തോടുള്ള കൂറുകൊണ്ടാണ് ഈ മനുഷ്യൻ ദാവീദ് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയുമ്പോഴും
പോകാതെ പഠിപ്പുരയിൽ കിടന്നുറങ്ങുന്നത്. ഞാൻ രാജ്യം യുദ്ധത്തിലായിരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ പോകുന്നത് ശരിയല്ല എന്ന എന്തോ ഒരു മനസ്സാക്ഷിയോടുകൂടിയുള്ള തീരുമാനമാണ്. ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സാവൂളിൻ്റെ കാലത്ത്, ദാവീദിൻ്റെ തന്നെ കാലത്ത് ഗോലിയാത്ത് വരുമ്പോൾ ഇസ്രായേൽക്കാർ പല ആൾക്കാരും വീട്ടിൽ പോയിരിക്കുകയായിരുന്നു, പട്ടാളക്കാർ. അവിടെ ഭാര്യമാർ പിന്നെ അവരെ വിട്ടില്ല. ആ സ്ഥലത്താണ് ഈ ഉറിയാനെ നമ്മൾ കാണുന്നത്. ഉറിയ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടും പോകാതെ തൻ്റെതല്ലാത്ത ഒരു വംശത്തിന് വേണ്ടി ഉറിയ രക്തസാക്ഷിയാകുകയാണ് ശരിക്കും. പക്ഷെ അതിന് കാരണക്കാരൻ ദാവീദാണ്. അപ്പോൾ ഞാൻ സമയത്ത് ദാവീദിനോട് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പൊറുക്കാൻ തോന്നത്തില്ല. പക്ഷെ ദാവീദ് എവിടെയോ വെച്ചു ദൈവത്തിന് മനസ്സിന് ഇണങ്ങിയ ആളായി മാറി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് നിങ്ങൾ എഴുതി തള്ളരുത്. ദാറ്റ് ഈസ് മൈ പോയിൻറ്റ്. നിങ്ങൾ എഴുതി തള്ളരുത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ഏതെങ്കിലും കാലത്തൊക്കെ ഉണ്ടായി കാണും. ചിലപ്പോൾ അബോർഷനാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുമല്ലോ ആൾക്കാർക്ക്. എല്ലാവരും എല്ലാ കാര്യത്തെക്കുറിച്ചും ഒറ്റക്കറിവുള്ളവരാണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ശരിക്കും. അപ്പം ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട്, ചിലപ്പോൾ അന്നത്തെ ഒരു വൈകാരികമായ നിങ്ങളുടെ ചുറ്റുപാട് കൊണ്ട് നിങ്ങളുടെ നിന്ന് അബദ്ധങ്ങൾ പറ്റും. അപ്പം പിന്നീട് നിങ്ങൾ ഓർക്കും, അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും വലിയ അബദ്ധങ്ങൾ പറ്റിയല്ലോ, ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ പോലും യോഗ്യനല്ല, ഞാൻ പ്രാർത്ഥിച്ചൊന്നും ദൈവം കേൾക്കണം. പല മനുഷ്യരും എനിക്ക് തോന്നിയിരിക്കണമെങ്കിൽ അറിയാവും, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച ദൈവം കേൾക്കാൻ പോണ, ഇങ്ങനെ പറയണ കുറേ മനുഷ്യൻ കണ്ടുണ്ട്. ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച അതിനാണ് ഈ അച്ഛന്മാർ, അതുപോലെ തന്നെ പാസ്റ്റർമാർ, ഏജൻസികൾ, പ്രാർത്ഥന ഏജൻസികൾ ജനങ്ങളെ വെക്കണത്. ജനങ്ങളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് കുറവാണ് അങ്ങനെ ചെയ്യണത്. എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന വേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയണത്. ഞാൻ പറയുന്നത് എൻ്റെ മക്കൾ സ്വയമായിട്ട് ബലം പ്രാപിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നീ എത്ര കൊള്ളരുതാത്തവനാണെന്ന് നീ അസസ് ചെയ്താലും ദൈവം അസസ് ചെയ്യാത്തടത്തോളം കാലം നീ എന്തിനാണ് നിന്നെ വിധിക്കണത്? ദാവീദ് ഇത്രയും കുഴപ്പങ്ങൾ കാണിച്ചിട്ട് ദാവീദോട് പറയണം, എൻ്റെ ജെസ്സയുടെ മക്കളിൽ ദാവീദ് എൻ്റെ മനസ്സിന് ഇണങ്ങിയ ആളായിരുന്നു. അതിനൊരു കാര്യമുണ്ട്, ദാവീദിനും അതിൻ്റെ ഒരു പങ്കുണ്ട്. എന്നുവെച്ചാൽ ഈ മനുഷ്യൻ ആരും പറയാത്തൊരു കാര്യം ദൈവത്തോട് പറഞ്ഞു. ഇവൻ ഇത് പാപം ചെയ്തു കഴിഞ്ഞപ്പോഴേ അവൻ ദൈവത്തോട് പറഞ്ഞത്, എനിക്ക് എന്നോട് തന്നെ പൊറുക്കാൻ പറ്റണില്ല, എനിക്ക് നിന്നെ മിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് ഒരു വിഷയമായി പോയത്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഐ മിസ് യു എന്ന് പറയത്തില്ലേ, അതുപോലെ ദാവീദ് ദൈവത്തോട് പറഞ്ഞ് പാപമല്ല പ്രശ്നം, ഐ മിസ് യു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാർത്ഥനയെന്ന് പറയണത്. എൻ്റെ പാപത്തെക്കുറിച്ചല്ല ഞാൻ ചിന്തിക്കണത്, ആ പാപത്തിൻ്റെ വിഷയങ്ങൾ കാരണം ഐ മിസ് യു, എനിക്ക് നിന്നെ കൈമോശം വരുന്നു, നഷ്ടപ്പെടുന്നു. ഇത് ദൈവത്തിൻ്റെ ചങ്കെ കൊണ്ടുവരേണ്ട ഈ സംഭവം. ദാവീദ് എപ്പോഴാണ് നിങ്ങൾ കേൾക്കും, പിന്നെ ദാവീദ് അങ്ങനെ മിസ് യു എന്നൊക്കെ പറഞ്ഞില്ല. ദാവീദ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദാവീദ് പറഞ്ഞു, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ഞാൻ ഇങ്ങനെ ഒരു പോക്ക് കേസാണ്, എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചത് തന്നെയാണ്, ഐ അഡ്മിറ്റ് ഇറ്റ്. പക്ഷേ നിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിയ ഞാൻ പിന്നെ ഇല്ല. അപ്പോൾ എന്നേക്കാളും അവനേക്കാളും ദൈവത്തോടുള്ള ബന്ധത്തിന് ഇവന് ഇതാണ് ദാവീദിൻ്റെ അനുതാപം എന്ന് പറയണത്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ദൈവത്തിൻ്റെ മനസ്സിൽ ഇണങ്ങിയത്, ദൈവത്തിൻ്റെ മനസ്സ്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ഉടമ്പടിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഉടമ്പടി ജപ്റ്റ് മാറാൻ, ഉടമ്പടി ജോലി കിട്ടാൻ, ഉടമ്പടി വിവാഹം നടക്കാൻ എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല. ഞാൻ എന്താ പറയണത്, ഉടമ്പടിക്ക് വേണ്ടി തന്നെയാണ്. എന്താണ് കാര്യം, ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നത് തന്നെയാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. അപ്പോൾ ദൈവത്തെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു മാനസികാവസ്ഥ വന്നാൽ നമ്മൾ രക്ഷപ്പെടും. എൻ്റെ പേര് ബിജീഷ് കെ വി, ഇതെൻ്റെ വൈഫാണ്. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ട് എന്നെ ഇവിടെ നിർത്താൻ സാക്ഷ്യം പറയാൻ അനുവദിച്ച നമ്മുടെ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും സ്വർഗത്തിനും ഞാൻ കണ്ണു നിറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഞാൻ സാക്ഷ്യം പറയുകയാണ്. ഞാൻ ഒരു കാത്തലിക് വിശ്വാസത്തിൽ ജനിച്ച വ്യക്തിയാണ്. ഞങ്ങൾ രണ്ടുപേരും നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ
ഞാൻ വിശ്വാസത്തിലായിരുന്നെങ്കിൽ പോലും പരിശുദ്ധ അമ്മയോടൊന്നും വലിയ വിശ്വാസമുള്ള ആളൊന്നും അല്ലായിരുന്നു. പ്രാർത്ഥനയിൽ പങ്കുചേരും, പള്ളിയിൽ പോകും, ഇങ്ങനെ ജീവിക്കും. ഡൽഹി, മഹാരാഷ്ട്ര പല സ്ഥലങ്ങളിൽ നേഴ്സായിട്ട് ജോലി ചെയ്തു. വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ പപ്പായും മമ്മിയൊക്കെ കുറച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫാമിലിയിലുണ്ടായിരുന്നു. എന്തായാലും നേഴ്സിംഗിൽ ജോലി ഇങ്ങനെ കടന്നുപോയി. അവസാനം ഞാൻ വിദേശത്തേക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്ത് ഡൽഹിയിൽ നിന്നും നമ്മുടെ കോവിഡ് സമയം കഴിഞ്ഞു. ഡൽഹിയിൽ നിന്നും നമ്മുടെ കോട്ടയത്ത് വന്നു, ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എൻ്റെ വൈഫ് അന്നേരം കോഴിക്കോട് വിംസ് ഹോസ്പിറ്റൽ നേഴ്സായി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില വെല്ലുവിളികൾ തരുമ്പോഴാണ് നമ്മൾ ദൈവത്തെയും ഈശോയൊക്കെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നതെന്ന് ഞാൻ തുടങ്ങുന്ന ഒരു സ്റ്റോറിയാണ് എൻ്റെ സാക്ഷ്യം. 22/10/2022 ഞാൻ ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്രത്യക്ഷമായി വൻ തകർച്ചകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തെ തിരിച്ചറിയുന്നതെന്ന ഒരു സത്യമാണ് ഞാനിവിടെ നിർത്തുന്നത്. ഒരു 1.5 മാസം മുമ്പ് ഞാൻ കോട്ടയത്ത് ഹോസ്പിറ്റൽ ICU സ്റ്റാഫായി വർക്ക് ചെയ്യുകയാണ്. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ നാവിൻ്റെ റൈറ്റ് പോർഷനിൽ ചെറിയൊരു വൈറ്റ് കളറിൽ നമുക്ക് വിറ്റാമിൻസ് കുറവൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു വെള്ളപ്പാടുണ്ടാകുകയും ഏകദേശം 1-2-3 മാസം അതിങ്ങനെ തുടർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭക്ഷണത്തിൽ നമ്മുടെ വിറ്റാമിൻസ് കുറവൊക്കെ ഞാൻ ബി കോംപ്ലക്സ് ഗുളികയൊക്കെ ഞാൻ തന്നെ മേടിച്ച് കഴിച്ചു, കുറവില്ല. അപ്പോൾ ഞാൻ ICU ഡോക്ടർമാരെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ബിജീഷ് അത് വിറ്റാമിൻസിൻ്റെ കുറവാണ് എന്ന് പറഞ്ഞ് അവരും 1 ടാബ്ലറ്റ്സൊക്കെ കുറിച്ച് തന്നു. ഞാൻ അതും കഴിച്ചു. അത് കഴിച്ചിട്ടും എനിക്ക് അത് മാറിയില്ല, പൂർണ്ണമായിട്ടും മാറിയില്ല. അവരണം കൂടിക്കൂടി വന്നു. അപ്പോൾ വീട്ടിൽ ഇത് പറഞ്ഞപ്പോൾ വൈഫും അമ്മയെല്ലാം പറഞ്ഞു, നീ ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇനി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചെന്നു, ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേഴ്സാണെങ്കിൽ പോലും ബയോപ്സി ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. എന്തായാലും ഡോക്ടർ ബയോപ്സി എടുത്തു. അവർ പറഞ്ഞു റിസൾട്ട് വരാൻ ഏകദേശം 3 ആഴ്ച എടുക്കുമെന്ന് പറഞ്ഞു. ബയോപ്സി എടുത്തു, ഞാൻ തിരിച്ചു പോന്നു, വീണ്ടും ഡ്യൂട്ടിക്ക് കയറി. ഇതിൻ്റെ കാര്യമൊക്കെ ഞാൻ അങ്ങ് മറന്നുപോയി, ഒന്നും ചിന്തിച്ചൊന്നുമില്ല. ഏകദേശം ഒരു 3 ആഴ്ച അവർ പറഞ്ഞ സമയമായി 3 ആഴ്ച കഴിഞ്ഞു. ഞാനും എൻ്റെ ചേട്ടൻ്റെ മോനും കൂടെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബയോപ്സി റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ചെന്നപ്പോൾ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ വായിച്ചു നോക്കി, നേഴ്സാണല്ലോ, വായിച്ചു നോക്കിയപ്പോൾ എനിക്കെന്തോ എൻ്റെ ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി, പേടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ നേഴ്സാണ്, ഞാൻ അവനെ വിളിച്ചു, എടാ ഇങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, നീ ഒന്ന് അവൻ വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വാട്സപ്പ് വെച്ചപ്പോൾ പെട്ടെന്ന് അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്തോ സംതിങ് ആണ് തോന്നി. ഡോക്ടറെ കൊണ്ട് കാണിച്ചു, റിപ്പോർട്ട് കൊണ്ട് കാണിച്ചു. അപ്പോൾ അന്നേരം ഞാനും ചേട്ടനും മോനും ഉണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു പേഷ്യൻ്റ് ആരാന്ന് ചോദിച്ചു. അപ്പം പേഷ്യൻ്റ് ഞാൻ ചോദിച്ചു എന്നാ സാറേ. അപ്പം കോട്ടയം മെഡിക്കൽ ഡോക്ടർമാർ രീതി അവർ പെട്ടെന്ന് തന്നെ മുഖത്തടിച്ച് ഒരു വലിയ ഇതൊന്നും സെൻറ്റിമെൻറ്റ്സ് ഇല്ലാതെ അവർ പറഞ്ഞു ഈ ആൾക്ക് നാവിൽ ക്യാൻസറാന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്നാ പറഞ്ഞത്, എനിക്ക് തലയ്ക്ക് ആപ്പടെ വട്ട് പിടിക്കുന്നവരൊക്കെ തോന്നി, ആകെപ്പാടെ തളർന്ന് വീഴുമെന്ന് പോലെ തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് ഫർദർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇതിൻ്റെ ഓൺകോളജി സെക്ഷൻ ഡോക്ടറെ കാണണം, അപ്പോൾ അവിടെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ചേട്ടൻ മോനുണ്ടായിരുന്നു കൂടെ. അപ്പോൾ ചേട്ടൻ മോൻ പറഞ്ഞു അപ്പോൾ അത് വിഷമിക്കുമൊന്നും വേണ്ട, എല്ലാത്തിനും നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, നമുക്ക് ഈശോയുണ്ട്, പ്രാർത്ഥിക്കാം, അപ്പോൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. എന്തായാലും റിസൾട്ടുമായിട്ട് അന്ന് ഞാൻ വീട്ടിലേക്ക് വന്നു. വൈഫ് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയായിരുന്നു. വൈഫിനോട് വിവരം പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ കോട്ടയം മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നു. അവിടെ നിന്ന് ഓൺകോളജി ഡോക്ടർമാരെ കണ്ടു. അപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു അപ്പം നമുക്ക് വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്തതിനാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ലായിരുന്നു. ആയതിനാൽ ഞങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സ് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം അവർ പറഞ്ഞു തിരുവനന്തപുരം RCCയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. തിരുവനന്തപുരം RCCയിൽ ഞങ്ങൾ ചെന്നു. തിരുവനന്തപുരം RCCയിൽ ചെന്നു. റിപ്പോർട്ടെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ സ്ഥിരീകരിച്ചു നാവിൽ ക്യാൻസറാണ്. അപ്പോൾ അതറിഞ്ഞു. അപ്പം ഞാനും വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി വേണം, സർജറിക്ക് ശേഷം വീണ്ടും ഒരു പാത്തോളജി റിപ്പോർട്ട് വിടും, ആ റിപ്പോർട്ടിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് റേഡിയേഷൻ വേണോ കീമോ വേണമെന്ന് ഡോക്ടർ തീരുമാനിക്കുള്ളൂ. സത്യം പറയാം, ആ ദിവസങ്ങളൊക്കെ കരഞ്ഞ് ജീവിതം അവസാനിച്ചു എന്നുള്ള സ്റ്റേജിൽ തന്നെ നിൽക്കുമായിരുന്നു ഞാൻ. ഭാര്യയും വീട്ടിലാകപ്പെടെ മൊത്തം തകർന്നു. എന്നെ അറിയാവുന്ന ഫ്രണ്ട്സും എൻ്റെ വീട്ടുകാരും എൻ്റെ റിലേറ്റീവ്സ് എല്ലാം ഭയങ്കരമായിട്ട് തകർന്നു. കാരണം ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, എൻ്റെ ഭീകരതയൊക്കെ നമുക്കറിയാം. ഞാൻ നേഴ്സാണെങ്കിൽ പോലും ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്നു. ആരെ അഭിമുഖീകരിക്കാൻ വിമുഖത കാണിച്ചു, സംസാരിക്കാൻ ബുദ്ധിമുട്ടായി, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായി, രാത്രി ഉറക്കമില്ല. എൻ്റെ വൈഫിൻ്റെ അമ്മ ഇവിടെ നേരത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു നീ ഭയക്കണ്ട മനെ, ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട, മാതാവും ഈശോയും കൂടെയുണ്ട്. അപ്പോൾ ഉടമ്പടിയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടൊന്നുമില്ല. എന്നതായാലും 2022 ഒക്ടോബർ 10 ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തതിന് ശേഷം 17/10/2022 ഞങ്ങൾ അച്ഛനെ കാണുന്നു.
അപ്പം അതിന് മുമ്പായിട്ട് 2 ആഴ്ച മുമ്പായിട്ട് കോട്ടയം RCC ചെന്നു. RCC ചെന്നതിന് സർജറി എല്ലാം കഴിഞ്ഞായിരുന്നു. സർജറി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ സർജറി സമയത്ത് എൻ്റെ മൂക്കൊരു ട്യൂബൊക്കെ ഇട്ട് എന്നെ ഇൻറ്റുബേറ്റ് ചെയ്തിട്ടാണ് സർജറി ചെയ്തത്. സർജറി കഴിഞ്ഞു. ഏകദേശം ഒരു 2-3 ആഴ്ച തിരുവനന്തപുരം RCC ഞങ്ങൾ സ്റ്റേ ചെയ്തു വിത്ത് റൈസ് ട്യൂബോട് കൂടി ഞാൻ വീട്ടിലെത്തി. ഏകദേശം 1.5 മാസക്കാലം ഞാൻ റൈസ് ട്യൂബിൽ തന്നെയായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് രാവിലെയും വൈകുന്നേരം എന്നും ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുന്നു. അപ്പോൾ എൻ്റെ ധാരണ ഏകദേശം ഈ മരണത്തോട് അടുത്തിരിക്കുകയാണ്, ക്യാൻസർ അല്ലേ, മരണത്തോട് അടുത്തിരിക്കുന്നു, ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ഫലമായിട്ട് ഞങ്ങൾ ഇന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുകയും ഉപ്പും തേനും എല്ലാം ഞാൻ എൻ്റെ നെറ്റിയെ തുടർന്ന് എൻ്റെ ഭാര്യ എൻ്റെ നെറ്റിയെ തുടർന്ന് പ്രാർത്ഥിക്കുകയും എനിക്ക് റൈസ് ട്യൂബിൽ കൂടെ എനിക്ക് തേൻ തരികയും എന്നും പ്രാർത്ഥിക്കുകയും 3/4 മണിക്കൂർ ബൈബിൾ വായിക്കുകയും ഞാൻ ആ ദിവസങ്ങളിൽ അതുപോലെ കുമ്പസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ തിന്മകൾക്കും, ഞാൻ ചെയ്ത എന്തെല്ലാം മോശമായ പ്രവർത്തനം, ഞാൻ ദൈവത്തിൻ്റെ എന്തെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ ദിവസങ്ങളിൽ ഞാൻ കണ്ണുനീരോടെ ഈശോയോടും കൃപാസന അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞാൻ വീടുകളിലും ഹോസ്പിറ്റലുമായി ഒരുപാട് കരഞ്ഞിരുന്നു പ്രാർത്ഥിച്ച ദിവസങ്ങളായിരുന്നു. എൻ്റെ അപ്പനും അമ്മ, എൻ്റെ ഭാര്യ, എല്ലാവരും എന്നെ അറിയുന്ന ഒരുപാട്, അതുപോലെ ഹോസ്പിറ്റലൊക്കെ എൻ്റെ സ്റ്റാഫുകളെല്ലാം എല്ലാവരും എനിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിലുപരി ഏറ്റവും സമയത്ത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, എന്നെ ആ ദിവസങ്ങളിൽ പിടിച്ചു നിർത്തി വേറെ ആരുമല്ല, പരിശുദ്ധ കൃപാസന അമ്മ തന്നെയാണ്. അതിനൊരു മാറ്റവുമില്ല. എന്തായാലും എൻ്റെ സർജറി കഴിഞ്ഞു, എൻ്റെ റൈസ് ട്യൂബ് നീക്കം ചെയ്തു. ഡോക്ടർ പറഞ്ഞു 3 മാസം വേണം റൈസ് ട്യൂബ് കിടക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഭാര്യ എനിക്ക് ഫുൾ സപ്പോർട്ടിൽ കൂടെ ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, എനിക്ക് എന്നും ഞങ്ങൾ കൃപാസനത്തിൽ പ്രാർത്ഥന ചെയ്ത് ബൈബിൾ വായിക്കുകയും നേർച്ച വസ്തുക്കൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. എന്തായാലും ഫലം എന്ന് പറയട്ടെ, 1.5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ റൈസ് ട്യൂബ് ഊരി എനിക്ക് നാവിൽ കൊള്ള ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഏകദേശം 2 മാസം കഴിഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ അച്ഛനെ കാണാൻ ഞങ്ങൾ വരികയുണ്ടായത്. അച്ഛനെ കണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 17/2/2022 ഞങ്ങളുടെ വന്ന് വിവരങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അവർ കടത്തി വിട്ടു. ഇവിടെ വന്നു. അപ്പോൾ അന്ന് ഭയങ്കര തിരക്കിൻ്റെ സമയമാണ്. എന്തായാലും ആ തിരക്കിനിടയിൽ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തൈലം പൂശി പ്രാർത്ഥിച്ച ശേഷം അച്ഛൻ പറഞ്ഞു, ബിജീഷേ നീ ഇവിടെ നിന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ധൈര്യമായി. കാരണം സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ 100% ഉറപ്പിച്ചു, മാതാവ് എൻ്റെ കേസെടുത്തു, നീ സുഖപ്പെട്ടിട്ടുണ്ടോ സൗഖ്യപ്പെട്ടിട്ടുണ്ടോ, ഞാൻ 100% വിശ്വസിച്ചു. കാരണം ആ ദിവസങ്ങളിൽ ഇവിടെ കാണുന്ന യൂട്യൂബിൽ കാണുന്ന പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും അതിന് ആ രീതിയിലേക്ക് എന്നെ അടുപ്പിച്ചു എന്ന് വേണം പറയാൻ. എന്തായാലും അച്ഛൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിരിച്ചു പോയി. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു തിരുവനന്തപുരം RCCയിൽ വീണ്ടും 30 റേഡിയേഷന് വേണ്ടി ഞാൻ വീണ്ടും അഡ്മിറ്റ് ആവുന്നു. ഏകദേശം 1.5 മാസക്കാലം റേഡിയേഷൻ. നിങ്ങൾക്കറിയാവുന്നറിയത്തില്ല, നമുക്ക് റേഡിയേഷൻ ചെയ്യുമ്പോൾ തുടക്കത്തിൽ 10-12 ദിവസം 10-12 റേഡിയേഷൻ കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം റേഡിയേഷൻ്റെ സൈഡ് എഫക്ട്സ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. പക്ഷേ ആ ദിവസങ്ങളിലെല്ലാം ഇവിടുന്ന് മാതാവിൻ്റെ എണ്ണയും പ്രാർത്ഥനയും ആ തേനുമെല്ലാം പ്രാർത്ഥിക്കുകയും എന്നും രാവിലെ വെളുപ്പിന് 5:30 എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, എല്ലാം ചെയ്യുമായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് അതല്ല, ആ റേഡിയേഷൻസ് ഉണ്ടായ സൈഡ് എഫക്ട്സ് എല്ലാം ആ പ്രാർത്ഥനയിലൂടെ എനിക്ക് മാറിപ്പോകാൻ സാധിച്ചു. അതുപോലെ ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പർശിച്ചൊരു ദൈവവചനം എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 മരുന്നോ ലേപനമല്ല നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നത്, എൻ്റെ വചനമാണ്. പ്രിയമുള്ളവർ, ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം ഞാൻ പറയുന്നു, ക്യാൻസറോ എയ്ഡ്സോ ഏത് മാറാ രോഗം നമ്മുടെ ജീവിതത്തിലുണ്ട്, നമുക്ക് എത്ര വലിയ തകർച്ചയും ഉണ്ടായിക്കോട്ടെ, നമ്മൾക്ക് ആരുമില്ലെങ്കിൽ നമ്മളെ കൈപിടിച്ചുയർത്താനും നമുക്ക് പുതിയ ജീവിതം തരാനും ഈശോ കർത്താവ് സക്രാരിയിൽ ഉണ്ടെന്നുള്ള കാര്യം, പരിശുദ്ധ അമ്മ നമുക്കുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കരുതെന്നുള്ളതാണ് ഈ ഒരു ഞാനൊരു യുവാവാണ്, ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും എൻ്റെ റേഡിയേഷൻ കഴിഞ്ഞു. എൻ്റെ 30 റേഡിയേഷൻ ആയിരുന്നു. 30 റേഡിയേഷൻ ആയപ്പോൾ എൻ്റെ നാവെല്ലാം പൊട്ടി, ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥ, ഭയങ്കര അസഹനീയമായ വേദന, ഉറങ്ങാൻ പറ്റത്തില്ല, മറ്റ് സൈഡ് എഫക്റ്റുകൾ. പക്ഷേ അപ്പോഴും ഞാൻ കൃപാസനം അമ്മയുടെ പ്രാർത്ഥന വെളുപ്പിന് 5:30 പ്രാർത്ഥിക്കുകയും ഉപ്പും തേനും എല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ബൈബിൾ വായിക്കുകയും എല്ലാം ചെയ്തു. എന്തായാലും അത്ഭുതം എന്ന് പറയട്ടെ, 30 റേഡിയേഷൻ ഞാൻ കവർ ചെയ്തപ്പോൾ ഏകദേശം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഇറങ്ങിയപ്പോൾ മറ്റൊരു ലോകത്തിലേക്ക് വന്ന പ്രതീതി ഉണ്ടായത്. എന്തായാലും വീട്ടിൽ വന്നു, പ്രാർത്ഥന മുടക്കിയില്ല. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ പാവങ്ങളെ സഹായിക്കാനും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ സാമ്പത്തിക സഹായം ചെയ്യാനും, അതേപോലെ ഞാൻ ഇവിടെ വീണ്ടും ഞാൻ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്നു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ ഞാനിനി ഈ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം എല്ലാ മാസവും വന്ന് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ പത്രം വാങ്ങിക്കൊടുക്കുന്നത് മാത്രമല്ല, അതായത് മാതാവിൻ്റെ ഈശോയുടെയും അറിയപ്പെടാത്ത വ്യക്തികളിൽ ഈ സംഭവങ്ങൾ മാതാവിനെപ്പറ്റി ഈശോയെപ്പറ്റിയും വ്യക്തമായ സാക്ഷ്യം ഞാൻ പറഞ്ഞു കൊള്ളാമെന്നും ഞാൻ മാതാവിൻ്റെ മുമ്പിലും ഈശോയുടെ ദൃഢപ്രതിജ്ഞ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വാർഡ്, ഓൺകോളജി വാർഡ്, അതുപോലെ എമർജൻസി വാർഡുകളിൽ ആൾക്കാർ കരഞ്ഞിരിക്കുന്ന ഓരോ രോഗികളുടെ അടുത്ത് ചെന്ന് എല്ലാ മാസവും ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയി പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും വ്യക്തമായ ചിത്രം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ആ സമയങ്ങളിൽ ചിലർ എന്നെ കളിയാക്കിയിട്ടുണ്ട്,
കൃപാസനമാണോ, മാതാവാണോ, ഈശോയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ അടച്ചു പൂട്ടിയേക്കാം. ഞാൻ അന്നേരം പറഞ്ഞു ഹോസ്പിറ്റലിൽ അടച്ചു പൂട്ടേണ്ടി വരും. ഈ ലോകത്തിലെ ജനങ്ങൾ ഈശോയിൽ മാതാവിൽ വിശ്വാസം അർപ്പിച്ചാൽ ഈ ലോകത്തിലെ ആശുപത്രികൾ മുഴുവൻ അടച്ചുപൂട്ടൽ വരുമെന്ന് അവരോട് ഞാൻ ശക്തമായിട്ട് അവരോട് ഞാൻ വാദിച്ചു. എന്തായാലും ഇപ്പോഴും ഞാൻ എൻ്റെ സാക്ഷിയും ആ പത്രം കൊടുക്കുന്ന പ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും സപ്പോർട്ട് എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ പപ്പായും മമ്മിയും എൻ്റെ എല്ലാവരും ഈ മാതാവ് ഞങ്ങളുടെ ആ ഏരിയയിൽ എനിക്ക് തോന്നുന്നു എനിക്ക് അസുഖം വന്നു ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് പലർക്കും അറിയത്തില്ല. എനിക്ക് ക്യാൻസർ വന്നവരും ആർക്കും അറിയത്തില്ല. കാരണം അത്രമാത്രം ഞാൻ റിക്കവറായി. അതിനുശേഷം റിക്കവറായതിനു ശേഷം ഞാൻ നിന്ന് ഹോസ്പിറ്റലിൽ തിരികെ ജോലി പ്രവേശിച്ചു. എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആൾക്കാർ പറയുന്നത് ബിജീഷേ നീ ക്യാൻസർ വരുന്നതിന് മുമ്പത്തെ ഇപ്പം നീ സ്മാർട്ടായെന്ന് എന്നോട് പറയുന്നത്. പരിശുദ്ധി അമ്മ അത്രമാത്രം എന്നെ ഉയർത്തി. ഞാനിപ്പോൾ ഞാൻ പുതിയതായിട്ട് ജോലിയിൽ കുറച്ച് സാലറി കൂടുതൽ ഞാൻ കോഴിക്കോട് സ്ഥലത്തേക്ക് ഞാൻ റീജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഓഗസ്റ്റ് 10 ഞാൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ അടുത്താണ്. എല്ലാ മാസവും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവും. അവിടെ രോഗികളെ സന്ദർശിക്കും. അവർക്ക് പത്രം വിതരണം ചെയ്യും. എല്ലാ കോളേജും പറ്റുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്യും. ഭക്ഷണം വിതരണം ചെയ്യാൻ പൊതിച്ചോറുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ക്ഷീണമുള്ളതുകൊണ്ട് വൈകുന്നേരങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥന മുടങ്ങാറുണ്ട്. എങ്കിൽ പോലും ബാക്കി ദിവസങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനയും ബൈബിൾ വായന എല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ഇതെനിക്ക് ജീവിതത്തിൽ എന്നെ രക്ഷപ്പെടുത്താൻ, എൻ്റെ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ ദൈവം തന്ന ഒരു മാർഗ്ഗമായിരുന്നു ക്യാൻസർ എന്ന അസുഖം എന്ന ഒരു ഡിസീസ് കണ്ടീഷൻ എന്ന് മാത്രം ഞാൻ കണക്കാക്കുന്നു. അതിനെന്നെ ഇവിടെ എന്നെ പിടിച്ചു നിർത്താൻ സഹായിച്ചത് പരിശുദ്ധ അമ്മ കൃപാസനം നമ്മുടെ അമ്മ മാത്രമാണ്. ഈശോയുടെ വരദാനങ്ങൾ എനിക്ക് മേടിച്ചു തന്നത്. ഇപ്പോൾ എനിക്ക് ദൈവത്തെ കൂടെ അറിയുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായാലും നമ്മുടെ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്ന തോന്നലുണ്ടായാലും പ്രിയമുള്ളവരെ അതൊക്കെ നമ്മുടെ ചിന്തകൾ മാത്രമാണ്. നമ്മളെ തേടിയിരിക്കുന്ന ഒരു അമ്മയുണ്ട്, മകനുണ്ട് സ്വർഗത്തിൽ, കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധ കൃപാസന അമ്മയും. ഈ അമ്മയുടെ മുമ്പിൽ നമ്മൾ വന്ന ഒരു വ്യക്തികളും ഇവിടുന്ന് പരാജിതരായി പോയിട്ടില്ലെന്നാണ് രണ്ടാമത്തെ സാക്ഷി നിങ്ങളോട് ഞാൻ പറയുന്നത്. എൻ്റെ വൈഫിനെ കുറിച്ചാണ്. ഞാൻ എൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, റേഡിയേഷൻ എല്ലാം കഴിഞ്ഞു. ഏകദേശം 2-3 മാസം കഴിഞ്ഞു. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ഭാര്യയുടെ ഒരു റൈറ്റ് കാലിന് ഉപ്പുകുറ്റിക്ക് ഭയങ്കര വേദന തുടങ്ങി. അപ്പോൾ 2-3 മാസം അപ്പോൾ ഇവിടെ എൻ്റെ പുറകെയായിരുന്നു, ട്രീറ്റ്മെൻറ്റ് വേണ്ടി എത്തും. എൻ്റെ ഇവിടെയായിരുന്നു കൂടെ നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നടന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നടന്നുകൊണ്ട് കാലിന് ഉപ്പുകുറ്റി വേദന ഞങ്ങൾ വിചാരിച്ചത്. 3-4 മാസമായി കാലിന് വേദന കുറവില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നു, ചെക്കപ്പുകളെല്ലാം ചെയ്തു. അപ്പോൾ അവർ പറയുക കാലിൻ്റെ അസ്ഥി വളരുവാന്ന്. ഇതിനെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല. അങ്ങേയറ്റം മാക്സിമം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കാലിൻ്റെ ബോൺ കട്ട് ചെയ്ത് കളയുന്നത് മാത്രമാണ്. അപ്പോൾ അവർ കാലളന്ന് പ്രത്യേകം ചെരുപ്പുകളൊക്കെ കാല് ഇടാൻ കൊടുത്തു, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഒരു ലോഡ് മെഡിസിനും വൈഫിന് കൊടുത്തു വിട്ടു. ഞാൻ പറഞ്ഞു മോളെ നീ ഭയപ്പെടേണ്ട, അവൾക്കും അറിയാം നമ്മൾ പേടിക്കേണ്ട, കൃപാസനത്തിൽ നമുക്ക് പോകാം, മാതാവ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞങ്ങളിവിടെ വന്നു, അച്ഛനെ കണ്ടു. ഇവിടെ എക്സ്റേയും പേപ്പറുകളെല്ലാം ഞങ്ങളവിടെ കാണിച്ചു. അവർ കടത്തി വിട്ടു. 2ാം പ്രാവശ്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതം ചെയ്യാൻ പോകുന്നു ഞങ്ങൾക്ക് മനസ്സിലായി. അച്ഛനെ കണ്ടു. അച്ഛനെ ഇവിടെ വിളിച്ചു വരുത്തി കാലിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അവൾ പറഞ്ഞത് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് സാർ, അതായത് മെഡിക്കൽ കണ്ടുപിടുത്തങ്ങൾ അവർ പറഞ്ഞത് ഈ കാലിന് ഒന്നും ചെയ്യാനില്ല, സർജറിയേ ഉള്ളൂ, കാലിൻ്റെ അസ്ഥി കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഇത് പിന്നെ ഉണ്ടാകും. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ലടുത്ത് പരിശുദ്ധി അമ്മ ശക്തിമായി ഇടപെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛനെ കണ്ടു, തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞ വേർഡ്സ് ഇതാണ്: എൻ്റെ കാലിന് ഇപ്പോൾ കാല് മണ്ണിൽ കുത്താൻ പറ്റുന്നുണ്ട്, എൻ്റെ കാലിന് വേദന അനുഭവിക്കുന്നില്ലെന്ന്. ഏകദേശം ഇപ്പം ഒരു 5-8 മാസമായി അവൾ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. ആ പ്രത്യേക ചപ്പലൊക്കെ തന്നായിരുന്നു, അതൊക്കെ മാറ്റി ഇപ്പോൾ അവൾക്ക് വേദന എന്ന ആ സംഭവം അവിടെ കാലിൽ നിന്ന് പൂർണ്ണമായി പരിശുദ്ധ കൃപാസനം അമ്മ സുഖപ്പെടുത്തി. ഈശോ തിരുക്കുമാരൻ അമ്മയോട് സുഖപ്പെടുത്തി എന്ന് തന്നെ അവളെ നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു. ഇപ്പോൾ അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നവുമില്ല. ആ അസുഖത്തിൽ നിന്ന് പരിശുദ്ധ പൂർണ്ണ സൗഖ്യം, 2ാമത്തെ സൗഖ്യം. എനിക്ക് തോന്നുന്നു ഈ 2 സൗഖ്യങ്ങളും എനിക്ക് തോന്നുന്ന ലോകത്ത് ഒരു ശാസ്ത്രത്തിനും ചെയ്യാൻ പറ്റുന്ന സൗഖ്യമാണ് എനിക്കും എൻ്റെ വൈഫിനും കിട്ടിയത്. ഇനി 3ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ അസുഖം വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീടിൻ്റെ പണി ആരംഭിച്ചായിരുന്നു. കുഞ്ഞൊരു വീടായിരുന്നു, വീടിൻ്റെ പണി ആരംഭിച്ചു. ഇതിനിടയ്ക്ക് അസുഖം വന്നു. പക്ഷേ വീടിൻ്റെ പണി എനിക്ക് വയ്യാത്തത് കൊണ്ട് വീടിൻ്റെ പണി അവിടെ മുടങ്ങിപ്പോയി. അത് കഴിഞ്ഞിരിക്കാൻ ഹോസ്പിറ്റലിൽ കയറി വീടിൻ്റെ പണി ബാക്കി ടൈലിടും പെയിൻറ്റിങ്ങൊക്കെ നടക്കണം. സാമ്പത്തികമായി ബുദ്ധിമുട്ടി. അപ്പോൾ എന്ത് ചെയ്യണം, എനിക്കൊരു നിവൃത്തിയില്ല. പപ്പയാണ് പ്രായമായത്, അമ്മയും പ്രായമായത്, വേറെ വരുമാനങ്ങളൊന്നുമില്ല. ഞാൻ എന്തിരിക്കുന്നു, വീണ്ടും മാതാവിനോട് അഭ്യർത്ഥന വെച്ചു, മാതാവ് എൻ്റെ വീടിൻ്റെ കയറിത്താമസം നടത്തി തരണം, പാല് കാഴ്ച നടത്തി തരണം. ഞാൻ എന്ത് ചെയ്തെന്നറിയോ, വൈകുന്നേരങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ വീടിൻ്റെ പണിയിൽ വീടിൻ്റെ ഭിത്തിയിൽ ചെന്ന് മാതാവിൻ്റെ തൈലം എടുത്ത് ഭിത്തിയിൽ ഇങ്ങനെ കുരിശ് വരച്ച് എന്നും ഞാൻ പ്രാർത്ഥിക്കും. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് എനിക്ക് സാമ്പത്തിക സഹായം കിട്ടി. എൻ്റെ വീടിൻ്റെ പണി കംപ്ലീറ്റ് പൂർത്തീകരിച്ചു. വളരെ നല്ലൊരു ഭവനം ഈശോയും കൃപാസനം അമ്മ എനിക്ക് തന്നു. ഇങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം, എനിക്കൊന്ന് മനുഷ്യനെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത സാക്ഷ്യങ്ങൾ തന്നെയാണ് കൃപാസനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും ഞാനിപ്പോൾ നിങ്ങളെല്ലാം ഒരുപാട് സാക്ഷികൾ കേട്ട ആൾക്കാരാണ്, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് രോഗാവസ്ഥയായിക്കോട്ടെ, മരണാവസ്ഥയായിക്കോട്ടെ, സാമ്പത്തിക തകർച്ച എന്തുമായിക്കോട്ടെ, നമുക്ക് 2 പേരും നമ്മളെ കാത്തിരിക്കുന്നത് ഈശോയും
നമ്മുടെ പരിശുദ്ധ അമ്മയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അഭയകേന്ദ്രമായ കൃപാസനം ഇവിടെ നമ്മുടെ കേരളത്തിലുള്ളത് അത് ഏറ്റവും വലിയ സന്തോഷമാണ്. അതിപ്പോൾ നമുക്കിനി ഒരു വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രം എനിക്ക് പറയാനുള്ളത്, ഞാൻ കാരണം 2 പേരെ ഞാൻ ഉടമ്പടി എടുക്കാൻ ഞാൻ സാധിച്ചു. എൻ്റെ ചേട്ടനും വൈഫ് ഉടമ്പടി എടുത്തു, അതുപോലെ എൻ്റെ അങ്കിളുടെ മോളും ഹസ്ബൻഡും കഴിഞ്ഞിടെ ഉടമ്പടി എടുത്തു. അവർ പ്രാർത്ഥനയിലാണ്. അവർ എന്തായാലും അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിക്കുക തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു മാറ്റവുമില്ല. കാരണം നമ്മളെ വിളിച്ചത് കർത്താവ്, വിശ്വസ്തനായ കർത്താവാണ്. ഒരു മാറ്റവുമില്ല. എന്തായാലും ഞാൻ വേറെ എനിക്കൊന്നും ഞാൻ ഇനിയിപ്പോൾ എനിക്ക് 2 ചെക്കും കൂടെ ഉണ്ട്. അച്ഛനിപ്പനോട് ചോദിച്ചു, നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെയാണോ അതോ നിങ്ങൾ സാക്ഷ്യം പറയാൻ എന്ത് രീതിയിലാണ് വന്നത്? അപ്പം ഞാൻ പറഞ്ഞു, അല്ലച്ച, പൂർണ്ണമായി ഞാൻ ക്യാൻസറിൽ സൗഖ്യപ്പെട്ടിരിക്കുന്നു. ക്യാൻസർ ഇസ് നോട്ട് എ ഡെത്ത് ഡിസീസ് കണ്ടീഷൻ. സ്വർഗത്തിന് അസാധ്യമായിട്ട് ലോകത്തിൽ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 15:26 നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ മുൻപിൽ തങ്ങളുടെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് ബിജീഷ് എന്ന സഹോദരനും ഭാര്യയുമാണ്. 2 പേരും നഴ്സുമാരാണ്. 2 പേർക്കും ഓരോ രോഗങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായിട്ട് അറിവുള്ളവരാണ്. ഈ സഹോദരങ്ങളാണ് നമ്മുടെ മുൻപിൽ നിന്നുകൊണ്ട് പറയുന്നത്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. വൈദ്യശാസ്ത്രം എന്ത് അസുഖവും ക്യൂറബിൾ അല്ല എന്ന് പറഞ്ഞാലും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള വലിയ ബോധ്യത്തിലും വിശ്വാസത്തിലും അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് രൂപപ്പെടുത്തിയ വിശ്വാസത്തിൻ്റെ വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ സഹോദരങ്ങളോട് നമ്മൾ സംസാരിക്കുന്നത്. അത് ഈ സഹോദരൻ്റെ ഓരോ വാക്കുകളിലും വ്യക്തവും പ്രകടവുമായിരുന്നു. ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു, രോഗത്തിൻ്റെ ഓരവസ്ഥയ്ക്കും കർത്താവിൻ്റെ ശക്തിയെ മറികടക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ച് സഹോദരൻ പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ ലഭിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, ഈ അൾത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യത്തിലും നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ്, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെയും ത്രിയേക ദൈവത്തിൻ്റെയും വലിയ സാന്നിധ്യവും കരുതലും ഓരോ വ്യക്തികളും അവരുടെ രോഗാവസ്ഥകളിലും അവരുടെ വേദനകളിലും അനുഭവിക്കുന്നവരായിട്ട് ഓരോ വ്യക്തികളും വളരെ കൃത്യമായിട്ട് പങ്കുവെക്കാറുണ്ട്. ഈ സഹോദരങ്ങളും നമ്മളോട് പങ്കുവെച്ചത് അത് തന്നെയാണ്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും പരിശുദ്ധ അമ്മയുടെ വലിയ ശക്തമായിട്ടുള്ള മധ്യസ്ഥവും ഇടപെടലും അവർക്ക് ലഭിച്ചുവെന്ന്. ആ വലിയ ബോധ്യത്തിൽ നിന്ന് അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കുന്ന ഓരോ സഹോദരങ്ങൾക്കും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ത്രിയേക ദൈവത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഈ സഹോദരങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിലായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ടായപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് താങ്ങുവാനാകാത്ത വേദനകളുണ്ടായപ്പോൾ, അല്ലെങ്കിൽ തകർച്ചകളുണ്ടായപ്പോൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിലായിരിക്കാം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. ആ സാഹചര്യങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ശക്തമായിട്ട് ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുന്നത് വലിയ ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങളിൽ നിന്ന് നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കാത്തു പരിപാലിക്കുന്ന തമ്പുരാനെ അനേകർക്ക് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വലിയ കർമ്മപദങ്ങളിലേക്ക് നമുക്ക് പോകുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടുകൂടി ഈ സഹോദരങ്ങളോടൊപ്പം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം.